ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയെ മാനസികമായിട്ട് തളർത്തി വീഴ്ത്തിയിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോയി. അങ്ങനെ സച്ചി എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള അഹങ്കാരമൊന്നും നിനക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രേവതി അതൊക്കെ കേട്ട് തകർന്ന് നിൽക്കുക കേട്ടോ. രേവതി എന്നിട്ട് അവിടെ നിന്ന് വാവ് വിട്ട് കരഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അവിടെ പോയിരുന്ന് പൊട്ടിക്കരയുക. അങ്ങനെ ആ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. അവൻ ഒരിക്കലും ചുമ്മാ ഒരുത്തിയുടെ വീട്ടിൽ കയറി പോകില്ല, നിന്റെ അനുജത്തി വിളിച്ച് കയറ്റിയത് അവനെ, അങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ വശീകരിച്ച് നിന്റെ അനിയത്തി അമ്മയും എന്തിനാ നിന്റെ വീട്ടിൽ കൊണ്ടുപോയത്? പൂ കെട്ടുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ അവൾക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ അതെല്ലാം കൂടി കേട്ടിട്ട് തലയ്ക്ക് വട്ടുപിടിച്ച് നിൽക്കുവാണ് നമ്മുടെ രേവതി. അപ്പോൾ ഇവിടുത്തെ ആള് നിന്നെ പിടിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ആൾക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് നിന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിന്റെ അച്ഛൻ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടാണ് മരിച്ചത്, നിന്റെ അച്ഛൻ വലിയ സൂത്രശാലിയാ, ഇതൊക്കെ പറഞ്ഞതിനെ പറ്റിയൊക്കെ നമ്മുടെ രേവതി ആലോചിക്കുക കേട്ടോ. അങ്ങനെ ആലോചിച്ച് രേവതിയുടെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു. ആ തള്ളയുടെ അറപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് ഉണ്ടായത്. അവിടെ ഇരുന്ന് അത്രയും നേരം കരഞ്ഞ രേവതി വേഗം തന്നെ കണ്ണുനീര് തുടച്ചിട്ട് ഒരു പോക്ക് അവിടെ നിന്ന് ഇറങ്ങിയൊരു പോക്കങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന അമ്പലവും പരിസരവും കാര്യങ്ങളൊക്കെ. അവിടെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ദേവും കൂടി ഇരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവിടെ മാല മേടിക്കാനൊക്കെ ഓരോരുത്തർ വരുന്നു. അവരിങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവർ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ രേവതിയെ കണ്ടപ്പോഴേക്കും മോളെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് വിളിച്ചു. അപ്പോൾ ഒരൊറ്റ പോക്കാ രേവതി, ഇവരെ കണ്ടിട്ടും കാണാത്ത രീതിയിലൊരു പോക്കായിരുന്നു. അപ്പോൾ രേവതി അങ്ങനെ പോകുന്നത് കണ്ടപ്പോഴേക്കും മോളെ രേവതി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിളിക്കുന്നുണ്ട്. പക്ഷെ രേവതി കേൾക്കുന്നില്ല. അപ്പോൾ എന്തു പറ്റി അവൾക്ക്, എന്താ അവൾ വിളിച്ചിട്ട് കേൾക്കാത്ത പോയി പോകുന്നേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ദേവുവിനോട് ചോദിച്ചപ്പോൾ എന്തോ പ്രശ്നമുണ്ടമ്മേ, വാ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോവുക. രേവതി ആണെങ്കിൽ ഒരു പോക്ക് അങ്ങ് നേരെ പോയി. മോളെ രേവതി നിൽക്കുക, അപ്പോൾ ചേച്ചി നിൽക്കെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ഓടി രേവതിയുടെ അടുത്തേക്ക് തന്നെ ചെന്നു. അപ്പോൾ എന്താ മോളെ പ്രശ്നം, എന്താ പറ്റേ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നു. അപ്പോൾ അനിയത്തിയും ചോദിച്ചു എന്താ ഓടിപ്പോകുന്നത്, എന്തോ ഒന്നും മിണ്ടാതെ പോണേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ മോളെ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്നും അമ്മ ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സങ്കടമുണ്ടോ എൻ്റെ മോൾക്ക്, എന്താ സച്ചിയായിട്ട് വീണ്ടും വഴക്കുണ്ടായോ, അവൻ വീണ്ടും തുടങ്ങിയല്ലേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ചേച്ചി ഞാൻ വീട്ടിൽ വരുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പം എന്തു പറ്റി എന്നൊക്കെ ദേവു ചോദിക്കുന്നു. അതിനും ഒന്നും മിണ്ടുന്നില്ല രേവതി. സച്ചി സുധിയെ തല്ലിയ കാര്യം ഇവള് പറഞ്ഞെന്നും അതിൻ്റെ പേരിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ അമ്മ ചോദിക്കാം. അപ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയം എന്താ നീ ഒന്ന് പറ, നീ എന്തൊന്നും പറയാതെ നിൽക്കുന്നേ മോളെ, എനിക്ക് പേടിയാകുന്നു, നീ എന്താ നടന്നെന്നൊന്ന് പറ, വാ തുറന്നൊന്ന് പറയെങ്കിലും ചെയ്യ നീ എന്നൊക്കെ പറയുക കേട്ടോ. രേവതി ഒന്നും മിണ്ടുന്നില്ലേ, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീണുകൊണ്ടേ ഇരിക്കുക. ചേച്ചി എന്താ പറ്റിയതെന്ന് ചേച്ചി ഒന്ന് പറയാൻ പറഞ്ഞു. രേവതി കേൾക്കാതെ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ രേവതി അവിടെ നിൽക്കാനാ പറഞ്ഞത്. എന്താണെങ്കിലും നീ ഒന്ന് തുറന്നു പറ മോളെ, ഈ അമ്മ എന്നെ നീ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞു. മോളെ നീ ഒന്ന് തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല. അമ്മയുടെ അനിയത്തിയുടെയും കൈ അങ്ങ് വിടിയിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തിരുമേനി ഇറങ്ങി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. രേവതി മോൾ എന്താ അങ്ങനെ പോയോന്ന് ചോദിച്ചപ്പം എന്താണെന്ന് അറിയില്ല തിരുമേനി, അവളൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പിന്നാലെ ഓടുക. അദ്ദേഹം ഇങ്ങനെ നേരെ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. അവിടെ ഒരു പാത്രത്തിൽ കുറേ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് തലവഴി അങ്ങ് ഒഴിച്ചു. തലവഴി ഒഴിച്ചിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ എന്താ ചേച്ചി ഇത്, ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവു ഇങ്ങനെ ചോദിക്കാം. ദേവു അത് ചോദിച്ചപ്പോഴത്തേക്കും കൈ വിടിയിപ്പിച്ചിട്ട് ദേവുവിൻ്റെ കയ്യിൽ നിന്ന് വഴുതി അങ്ങ് പോയി. നമ്മുടെ രേവതി മോളേന്ന് വിളിച്ച് അമ്മയും പിന്നാലെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഭഗവതിയുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ഭസ്മം എടുത്ത് നെറ്റിയിലേക്ക് അങ്ങ് തൊട്ടിട്ട് നമ്മുടെ രേവതി ഒരു പോക്കങ്ങ് പോയിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് തൊട്ടങ്ങ് തുടങ്ങുകയാണ് ആ ശയനപ്രദക്ഷിണത്തിനുള്ള ആ ഒരിത്. സ്വന്തം ശരീരം, ആ സ്ത്രീ പറഞ്ഞ വാക്കുകളിൽ കേട്ട് അറച്ചുപോയ സ്വന്തം ശരീരത്തിനെ ശുദ്ധീകരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതുങ്ങൾക്ക് ടെൻഷനായി. മോളെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അനിയത്തി ഓടി ചെല്ലും കേട്ടോ. അമ്മ ഇങ്ങനെ മോളെ ഇങ്ങനെ തൊട്ട് കൂടെ നിൽക്കുകയാണ്. അപ്പം മോളെ എനിക്ക് പേടിയാവുന്നു മോളെ, എന്താ നിനക്ക് പറ്റേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ചോദിക്കുമ്പം തിരുമേനി വന്നു. അതെ ലക്ഷ്മി, അവളെ തടയണ്ട, ശയനപ്രദക്ഷിണം നടക്കുകയല്ലേ എന്ന് തിരുമേനി ലക്ഷ്മിയോട് പറഞ്ഞു. അപ്പം ലക്ഷ്മി ഇങ്ങനെ നോക്കുക, സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നല്ലേ ഇത്, മനസ്സ് വിഷമിച്ചിട്ടാ അവൾ വന്നിരിക്കുന്നത്, ദേവി അവളുടെ സങ്കടം മാറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരുമേനി പറയുന്നു. അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും ലക്ഷ്മി ഓടി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ അമ്മ വീട്ടിലെന്തോ നടന്നിട്ടുണ്ട്, അതാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ദേവു അന്നേരം പറഞ്ഞു. മോളെ നീ വേഗം സച്ചിയെ വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറയാനായിട്ട് ദേവുവിനോട്
ലക്ഷ്മി പറഞ്ഞു. അന്നേരത്തേക്കും ദേവു ശരിയെന്ന് പറഞ്ഞു ഓടി ചെന്നിട്ട് ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കാൻ തുടങ്ങാം. അന്നേരത്തേക്കും അവിടെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ രേവതി. സച്ചി അന്നേരം വണ്ടി ഓടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേവുവിൻ്റെ കോള് ചെല്ലുന്നത്. ദേവുവിൻ്റെ കോള് കണ്ടപ്പോഴേക്കും സച്ചി അത് എടുത്തു. സച്ചേട്ടൻ എവിടെയാ എന്ന് ചോദിച്ചപ്പം ഞാനൊരു ഓട്ടം വിളിച്ചിട്ട് പോകുക. എന്താ ദേവു എന്ന് ചോദിച്ചപ്പം സച്ചേട്ടൻ പെട്ടെന്നൊന്ന് അമ്പലത്തിലേക്ക് വരുമെന്ന് ചോദിച്ചു. എന്താ, എവിടെയെങ്കിലും പോകാനാണോ? കാറ് വേണോ? അതിനാണോ? എനിക്കൊരു ട്രിപ്പുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിടാമെന്നൊക്കെ പറയുമ്പം അയ്യോ അല്ല, അതിനൊന്നും അല്ല ഞാൻ വിളിച്ചത്, രേവതി ചേച്ചി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഞാനെന്തിനാ വരുന്നേ? ഇപ്പോൾ അവളോട് കൂടെ പൂ കെട്ടാനോ സഹായിക്കാനോ അതിനാണോ ഞാൻ വരേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് കാർ ഓടിക്കാനേ അറിയൂ, പൂ കെട്ടാനൊന്നും അറിയില്ലെന്ന് സച്ചി പറയുമ്പം തമാശ സച്ചേട്ടാ, ഞാൻ പറയുന്നത് ചേട്ടനൊന്ന് കേൾക്കാൻ പറഞ്ഞു. ഞങ്ങൾ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി അമ്പലത്തിലേക്ക് ഓടി വരുന്നത് കണ്ടു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ദേവു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചി വല്ലാതെയായി. സച്ചി ഞെട്ടി ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിയേട്ടൻ പെട്ടെന്നൊന്ന് വന്നേ പറ്റുമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്തു. അപ്പം തന്നെ സച്ചി ഫോൺ എടുത്ത് വേറെ ഒരു കോളിൽ സംസാരിക്കുക. അതും ഈ ഓട്ടം വിളിച്ചാൽ അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് വേറെ കാറ് വിടാം, സാറിൻ്റെ ഫോൺ നമ്പർ ഞാൻ അവന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അവൻ വിളിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. പെട്ടെന്ന് വരും സാർ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സച്ചി വേഗം അമ്പലത്തിലേക്ക് പോകണം. അങ്ങനെ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കും നമ്മുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ആ ഒരു പ്രശ്നത്തെ പറ്റി, അതായത് ഹോട്ടലിൽ നടന്ന പ്രശ്നത്തിനെ പറ്റി കൂട്ടുകാരനുമായിട്ടിരുന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ചെന്നും പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം സുധിയല്ലേ, അവന് 2 എണ്ണം കിട്ടാത്ത കുറവുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പറഞ്ഞും കൊടുക്കുന്നു. അപ്പം മറ്റുള്ളവരെന്ത് കരുതി കാണും അശോക. ഒടുക്കം 2 പേരും കയ്യാങ്കളിയിൽ വരെ എത്തി. സ്തുതിയുടെ കൈവിരൽ പിടിച്ച് സച്ചി ഓടിച്ചു. ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പം അതെ അവനത് വേണമെന്ന് അശോകം പറയുകയും ചെയ്തു. സ്തുതി പറഞ്ഞത് വളരെ തെറ്റല്ലേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് നിന്നെ കുറ്റം പറഞ്ഞ സച്ചി അത് കേട്ട് നിൽക്കുവോടാ, അവരെ വിരളല്ല കൈ തന്നെ ഓടിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളും 3 പേരും ഒത്തൊരുമയോടെ കഴിയുന്നത് കാണാനുള്ള ആഗ്രഹം അതൊരിക്കലും നടക്കുമെന്ന് തോന്നണില്ല. എന്താണോ ഇങ്ങനെ ആയി പോയതെന്നൊക്കെ അച്ഛൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിലെ ചന്ദ്രമതി എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവളുടെ വക അത് വേറെ. അവളെ കൊണ്ട് ഒരു രക്ഷയില്ല അശോക. എപ്പോൾ നോക്കിയാലും രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ തന്നെ അശോക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമാധാനക്കേട് പറയണം. തനിക്കറിയാവല്ലോ സച്ചിയുടെ മൂക്കിൻ്റെ തുമ്പത്താ ദേഷ്യം, അതിപ്പോൾ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു വിഷയത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ രേവതി മോളുള്ളത് ഒരു സമാധാനം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ സാർ ഇറങ്ങി വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നു. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണ്. സാറേ, ലേബർ കോർട്ടിൽ നിന്ന് മധുസൂദൻ സാറിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെ 11 മണിക്ക് വിചാരണ നടക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹാജരായേ പറ്റുമെന്നുള്ള കാര്യവും ഈ വക്കീൽ സാർ പറയാം കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് സാർ, എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ രവി, തൻ്റെ പെൻഷൻ കാശ് ഉറപ്പായിട്ടും തനിക്ക് കിട്ടിയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ലയെന്ന് അശോകൻ. ആ മധുസൂദനൻ എന്നെ എത്ര നാളായിട്ട് കളിപ്പിക്കുകയാണെന്ന് അറിയാവോ? നാളെ ഇതിനെല്ലാം അയാൾ മറുപടി പറയേണ്ടി വരുമെന്നൊക്കെ രവിയേട്ടൻ പറഞ്ഞപ്പം അതെ, തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും, താൻ ധൈര്യമായിട്ടിരിക്കടോ എന്ന് അശോകേട്ടൻ. അപ്പം എനിക്ക് അതാണ് പറയാനുള്ളത്. രവി സാറിൻ്റെ പെൻഷൻ കാശോടൻ തന്നെ ലഭിക്കുമെന്ന് വക്കീലും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹാപ്പിയായിട്ട് അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ സച്ചി പറന്ന് അമ്പലത്തിൽ വന്നു കേട്ടോ. അമ്പലത്തിലേക്ക് ഓടിക്കയറി വരുന്ന സച്ചി കാണുന്നത് നമ്മുടെ രേവതിയുടെ ശയനപ്രദക്ഷിണം. അപ്പം നിർത്തി ചേച്ചി, മതി ചേച്ചി, നിർത്താനൊക്കെ ഇവിടെ ദേവ് പറയുന്നുണ്ട്, അതുപോലെ നിർത്തും മോളേന്ന് അമ്മയും പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുധി വന്നത് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. സുധിക്ക് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മോനെ, ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ പൂക്കച്ചവടം നടക്കാത്ത നാളുകളിൽ പച്ചവെള്ളം മാത്രം കുടിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നവളാണ് എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്നൊക്കെ അമ്മ ഈ സച്ചിയോട് ചോദിക്കാം. എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും അത് മനസ്സിലടക്കി വെക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്നവളായിരുന്നു എൻ്റെ മോള്. ആ മോളാണ് ഇപ്പോൾ തകർന്ന് ഇവിടെ കിടക്കുന്നത്. എന്താ മോനെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, നീ എന്നോട് തുറന്നു പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക കേട്ടോ. അപ്പോൾ രേവതി എഴുന്നേക്കെന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ രേവതിയെ വിളിക്കുന്നു. അപ്പോൾ സച്ചേട്ടാ, എൻ്റെ ചേച്ചി എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ ജയിലിൽ പോകരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി മാത്രമാണ് ചേച്ചി ഗജാനന്ദനെ പറ്റി ഒന്നും പറയാതിരുന്നതെന്നൊക്കെ ദേവു സച്ചിയോട് പറയുന്നു. അത് മനസ്സിലാക്കാതെ എന്തിനാ ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ രേവതി നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി എഴുന്നേക്ക് എന്ന് പറഞ്ഞ രേവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ഉരുണ്ട് നമ്മുടെ രേവതി തളർന്നിരിക്കുക കേട്ടോ. അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നു. രേവതി ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ നോക്കുന്നു. അപ്പോഴത്തേക്കും രേവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സച്ചി ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി അവിടെ ഒരു ആൽച്ചുവടുണ്ടല്ലോ, ആ ആൽച്ചുവട്ടിൽ ഇരുത്തി. രേവതി എപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ സച്ചിയും കൂടെ തന്നെ ഇരുന്നു. സച്ചി കൂടെ ഇരുന്നപ്പോൾ
രേവതി എന്താ നിനക്ക് പറ്റിയത്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ നിന്നെ എന്തോ ചെയ്തതുപോലെ ഇവരൊക്കെ പറയുന്നത് എന്ന് സച്ചി രേവതിയോട് പറയാം. എന്താ നടന്നത് നീ പറയാൻ പറഞ്ഞു. എന്താ നിനക്ക് പറ്റിയത്, നീ ഒന്ന് പറ. അപ്പോൾ മോനെ നിനക്കൊന്നും അറിയില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പം ഇല്ലമ്മേ, ഞാൻ രാവിലെ ജോലിക്ക് പോയതാ, അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം സച്ചി പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ പോയതിന് ശേഷം വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ട്, ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്ന് ദേവ് തറപ്പിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇരുന്ന് കരച്ചിൽ തുടങ്ങി. രേവതി ആരാ നിന്നെ പറഞ്ഞത്, എന്താ പറഞ്ഞത്, നീ പറ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചോദിക്കണം. ചോദിച്ചത് കേട്ടില്ലേ, നീ പറ, നിന്നെ ആരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. എന്തിനാ നീ ഇങ്ങോട്ട് വന്നോന്ന് ചോദിക്കുന്നു. അതിനൊന്നും രേവതി ഒന്നും മിണ്ടുന്നില്ല. രേവതി കരച്ചില്ല. അങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കുക. അപ്പം നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ, അതിന് മാത്രം എന്താ നടന്നത്? നീ എന്നോട് പറ രേവതി, നീ എന്നോട് പറ. അപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയുടെ ദേഹത്തേക്ക് അങ്ങ് ചാഞ്ഞങ്ങ് കിടന്നു, വാ വിട്ട് കരയാം. അപ്പോൾ അത് കണ്ടപ്പോൾ സച്ചിക്കും സഹിച്ചില്ല. സച്ചി അന്നേരം രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കാം. എന്താ നിനക്ക് പറ്റിയത്, പറ രേവതി, നീ ആദ്യം നീ കരച്ചിൽ നിർത്ത്, എന്നിട്ട് പറ എന്താ പറ്റിയെന്ന് പറയാനൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതി നീ പറ, എന്താ ഇത് രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി വിളിച്ചുകൊണ്ടേ ഇരിക്കുക. രേവതി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. രേവതി മിണ്ടാതെ വന്നപ്പോഴത്തേക്കും സച്ചിക്ക് മനസ്സിലായി അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. പിന്നെ കണ്ണുനീരൊക്കെ തൂത്തൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ രേവതി എന്താണെന്നൊന്ന് പറ നീ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്നേഹം കണ്ട് ദേവും അതുപോലെ അമ്മയും കൂടെ നിൽക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാനൊക്കെ പറയുന്നുണ്ട് സച്ചി, പക്ഷെ പറയുന്നില്ല കേട്ടോ. രേവതി എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു. എത്രയോ വർഷമായി ഞാൻ രേവതിയെ കാണുന്നതാണെന്ന് അറിയാമോ, ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഞാൻ ഇവളെ ഒരിക്കലും കണ്ടിട്ടില്ല. ആദ്യമായ കണ്ണ് കലങ്ങി ഞാൻ രേവതിയെ കാണുന്നത്. ഇവളുടെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദേവിക്ക് മുന്നിൽ വന്ന് ശയനപ്രദക്ഷിണം നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ആ തിരുമേനി ഇങ്ങനെ നമ്മുടെ സച്ചിയോട് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ ഞാൻ തലയിടുകയാണെന്നൊന്നും തോന്നിയേക്കരുത്. രേവതി നല്ല കുട്ടിയാണ്, നിങ്ങൾക്ക് ഇവളെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ തിരുമേനി ഇങ്ങനെ പറയുക കേട്ടോ സച്ചിയോട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണം കേട്ടോ. നിങ്ങൾ നന്നായി വളരെ സന്തോഷത്തോടെ കഴിയണം, അതുകൊണ്ടാട്ടോ ഞാനിത് പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തിരുമേനി അങ്ങ് പോയി കേട്ടോ. അതും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയപ്പോഴും രേവതി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോഴും രേവതിയോട് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുക സച്ചി. രേവതി ഒന്നും മിണ്ടുന്നില്ല. പറ എന്ന് പറയണുണ്ട്, പറയണ്ടേ, ഒന്നും പറയണില്ല. അപ്പോൾ വാ നമുക്ക് വീട്ടിൽ പോകാം, ഇനി ഇവിടെ ഇരിക്കണ്ട, വാ എഴുന്നേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ കൂട്ടി വീട്ടിലോട്ട് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ സച്ചി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ടാണ് വരുന്നത്. രേവതിയെ താങ്ങി പിടിച്ച് അങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഇടപാട് തീർന്നില്ല. ചന്ദ്രമതി മുട്ട് കൂട്ടിയിടിച്ച് അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ചന്ദ്രമതി പേടിച്ച് വിറച്ച് നിൽക്കുക. സച്ചിയുടെ ഭാവമൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് മനസ്സിലായി എനിക്ക് പണി കിട്ടാറായി എന്നുള്ളത്. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് പേടിച്ച് വിറച്ച് ചന്ദ്രമതി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.